ولا الظل ولا الحرور وما يستوي الأحياء ولا الأموات إن الله يسمع من يشاء وما أنت بمسمع من في القبور صدق الله مولانا العليم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الزاهدين الشاكرين والحمد لله رب العالمين. وقال نبينا محمد صلى الله عليه وسلم زنا العين النظر صدق رسول الله يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما ابدا على حبيبك خير للخلق كلهم واعلموا يا أمة محمد സർവശക്തനായ അല്ലാഹു സദുക്കളായ നമ്മുടെ ഈ ഒത്തുകൂടൽ അവന്റെ പൊരുത്തത്തിലാക്കുമാറാവട്ടെ. ശിഷ്ടകാലം അവന്റെ തൃപ്തിയും പൊരുത്തവും സ്നേഹവും സമ്പാദിച്ച് നല്ല വ്യക്തിത്വങ്ങളായി ജീവിച്ച് ആഖിബത്ത് നന്നായി മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാം ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം കാലിക പ്രസക്തിയുള്ള മതം തന്നെയാണ്. നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ എവിടെ ഏത് വിഷയം പൊട്ടിപ്പുറപ്പെട്ടാലും അവിടെയെല്ലാം ഇസ്ലാമിന്റെ സ്റ്റേറ്റ്മെന്റ്, ഇസ്ലാമിന്റെ പ്രസ്താവനകൾ, ഇസ്ലാമിന്റെ നിലപാടുകൾ ആർജവത്തോടുകൂടെ പറയാൻ പറ്റുന്ന മതം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അല്ലാതെ മറ്റൊരു മതത്തെയും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അത് നമ്മുടെ അഹങ്കാരമല്ല, നമ്മുടെ അഭിമാനമാണ്. കാരണം ദീൻ പരിശുദ്ധമായ വഴികളിലൂടെ നമ്മളിലേക്ക് എത്തിയതാണ്. സമകാലികമായ സാഹചര്യങ്ങള് വിലയിരുത്തുമ്പോൾ ഇപ്പൊ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സ്ത്രീ പുരുഷ സമത്വം. അതിനു വേണ്ടി പലരും വാദിക്കുമ്പോൾ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെയാണ്. ഇസ്ലാം സ്ത്രീകളെ കാണുന്നത് എന്തോ ഒരു വലിയ ഭീകരമായ ഒരു ആളായിട്ടാണ്. തൊട്ടുകൂടാത്ത, തീണ്ടിക്കൂടാത്ത, ഒരു കാരണവശാലും എപ്പോഴും പരിഗണിക്കാതെ അവഗണിക്കപ്പെടേണ്ടുന്ന ഒരു വിഭാഗമാണ് സ്ത്രീകൾ. അതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്നാണ് പലപ്പോഴും ഇസ്ലാമിനെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് ഇസ്ലാമിനെതിരെ ശത്രുക്കൾ വാതോരാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയും ഇസ്ലാമിന് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഒരിക്കലും സമത്വം എന്നുള്ളത് പുലരാൻ പോകുന്നതല്ല. സ്ത്രീയെയും പുരുഷനെയും ഒരേ രൂപത്തിൽ അളക്കാൻ നമുക്ക് സാധിക്കുന്നതല്ല. അത് ലോകത്തിന്റെ അടിത്തറയെ തന്നെ അലങ്കോലപ്പെടുത്തുന്ന, ഇളക്കുന്ന ഒരു പ്രവണതയാണ് സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്കറിയാം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം
സമത്വത്തിന്റെ കാര്യത്തിൽ മുറവിളി കൂട്ടുന്ന ആളുകൾക്ക് പ്രതികരണവുമായി ഒരുപാട് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഫാത്തിറിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, വമാ യസ്തവിൽ അഅ്മാ വൽ ബസീർ വലൽ-ളുലുമാതു വലൻ-നൂർ വലൽ-ളില്ലു വലൽ-ഹറൂർ വമാ യസ്തവിൽ അഹ്യാഉ വലൽ-അംവാത്. ഒരു മനുഷ്യൻ പറയുകയാണ് രാത്രിയും പകലും സമമാണെന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിനെ അംഗീകരിക്കാൻ പറ്റുമോ? ഒരു മനുഷ്യൻ പറയുകയാണ് കണ്ണില്ലാത്തവനും കണ്ണുള്ളവനും ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവനെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റുമോ? ഒരാള് പറയുകയാണ് ചൂടും തണുപ്പും ഒരുപോലെയാണ് എന്നൊരാള് വാദിക്കുകയാണെങ്കിൽ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുമോ? മറ്റൊരാള് പറയുന്നു ജീവനുള്ളവനും ജീവനില്ലാത്തവനും സമന്മാരാണ്, സമത്വമാണെന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാണ് ബുദ്ധിക്ക് അംഗീകരിക്കാൻ സാധിക്കുക? 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സമത്വത്തെ വാദിക്കുന്നവർക്ക് വലിയ മറുപടിയുമായി ഖുർആൻ പറയുന്നു, വമാ യസ്തവിൽ അഅ്മാ വൽ ബസീർ. കണ്ണുള്ളവനും കണ്ണില്ലാത്തവനും സമമായി പറയാൻ പറ്റൂല. വമാ യസ്തവിൽ അഅ്മാ വൽ ബസീർ. കാഴ്ചയുള്ളവനും കാഴ്ചയില്ലാത്തവനും സമന്മാരല്ല, സമത്വമല്ല. വലൽ-ളുലുമാതു വലൻ-നൂർ. ഇരുട്ടും വെളിച്ചവും സമത്വമല്ല, അത് സമമായി വാദിക്കാൻ പറ്റൂല. വലൽ-ളില്ലു വലൽ-ഹറൂർ. തണുപ്പും ചൂടും ഒരുപോലെയാണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂല. വമാ യസ്തവിൽ അഹ്യാഉ വലൽ അംവാത്. ജീവനുള്ളതും ജീവനില്ലാത്തതും സമത്വമാണെന്ന് പറഞ്ഞൊരാള് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് വകവെച്ച് കൊടുക്കാൻ പറ്റൂല. പരിശുദ്ധമായ ഖുർആൻ ഓരോ വസ്തുക്കൾക്കും അതിൻ്റെതായ പരിഗണന കൊടുത്തിട്ടുണ്ട്, അതിൻ്റെതായ അംഗീകാരം കൊടുത്തിട്ടുണ്ട്, അതിൻ്റെതായ എല്ലാ നിലയിലുമുള്ള പരിഗണന കൊടുത്ത ഒരു മതം ഇസ്ലാമായതുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സ്ത്രീകൾക്ക് കൊടുത്ത അത്രമാത്രം പരിഗണന ഒരു മതത്തിലും ഇല്ലേ ഇല്ല. സ്ത്രീ അങ്ങോട്ട് മരിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, സ്ത്രീയുടെ സ്വത്തവകാശം വളരെ വ്യക്തമായി കൊടുക്കണമെന്ന് പഠിപ്പിച്ച ഒരു മതം മറ്റൊരു മതത്തെ നമുക്ക് കാണാൻ സാധിക്കൂല. സ്വത്തവകാശത്തെ നാം ഒന്ന് എടുത്തു പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ആ സ്വത്തവകാശത്തിൽ സ്ത്രീകൾക്ക് കൊടുക്കേണ്ടുന്നത് വളരെ വ്യക്തമായി കൊടുക്കണമെന്ന് പഠിപ്പിച്ച ഒരു മതമുണ്ടെങ്കിൽ അത് ദീനല്ലാതെ മറ്റുമില്ല. ഒരു മതത്തിലും സ്വത്തവകാശം അവകാശവാദവുമായി സ്ത്രീ വന്നു കഴിഞ്ഞാൽ ഇരു കയ്യും മലർത്തുകയല്ലാതെ വേറെ നിർവാഹമില്ല. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം സ്വത്തവകാശമായി ഒരു പെണ്ണ് കടന്നു വന്നാൽ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും വളരെ വ്യക്തമായി സ്വത്തവകാശമടക്കം എല്ലാ അവകാശങ്ങളും വളരെ തിട്ടപ്പെടുത്തിക്കൊണ്ട്, വളരെ നിർണയിച്ചുകൊണ്ട്, വളരെ വ്യക്തമായി അവർക്ക് കൊടുക്കേണ്ടുന്നത് കൊടുത്ത ഒരു മതം ഇസ്ലാമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് നമുക്ക് ഉറക്കെ പറയാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ സമത്വത്തിന്റെ വിഷയത്തിൽ ആര് മുറവിളി കൂട്ടിയാലും ആദ്യം അവരാണ് അത് കാണിച്ചു തരേണ്ടത്. അവരവരുടെ സ്ത്രീകളെ മുഴുവനും അടുക്കളയിൽ കൊണ്ടുവച്ചിട്ട് സ്ത്രീകളെ മുഴുവനും സമത്വത്തിന്റെ ആ വഴിയിലേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടോടുകൂടെ ഒരിക്കലും നമുക്കത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റൂല. അതാണ് ഇസ്ലാം.
ഇസ്ലാം എപ്പോഴും വ്യക്തമായ നയവും നിയമവും പ്രഖ്യാപിക്കേണ്ടുന്ന സമയത്ത് പ്രഖ്യാപിക്കാൻ മാത്രം സമ്പന്നമായ ഒരു മതം, അത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ അടിയുറച്ച് സുന്ദരമായ ആ സനാതന സംസ്കാരം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ച് ആഖിബത്ത് നന്നായി മരിക്കാൻ നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ദുആ ചെയ്തു. വെള്ളി സ്പെഷ്യൽ